എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് വായിക്കാനുള്ളത്. നമുക്കത് വായിക്കാം. സ്കന്ധം 4 അധ്യായം 24 തന്നെ രുദ്രഗീതമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കത് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ രുദ്രോവാച ജിതം ദ ആത്മവിദുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാത്മനെ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുപ്നായാന്തരാത്മനെ നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമഃ പരമഹംസായ പൂർണ്ണായ നിമൃതാത്മനെ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമ ഊർജപ്രൈഷേത്രയ്യാം പദയേ യജ്ഞരേതസേ തൃപ്തിദായ ജീവാനാം നമ സർവരസാത്മനെ സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ നമസ്ത്രൈലോക്യപാലായ സഹവോജോബലായ ച അർത്ഥലിംഗായ നമസേ നമോ അന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ ആമുഷ്മേ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ അധർമ്മ വിഭാഗായ മൃത്യുവേ ദുഃഖദായ ച നമസ്ത ആശിഷാമീശ മനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹദേ കൃഷ്ണായ ആഗുണ്ഡമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച ശക്തിത്രയ സമേതായ മേരുഷേ അഹങ്കൃതാത്മനെ ചേത ആകുതിരൂപായ നമോ വാജോ വിഭൂതയേ ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം സ്നിഗ്ധ പ്രാവണ്യന ശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായുധ ചതുർബാഹും സുജാത രുചിരാനനം പത്മകോശഫലാസാക്ഷം സുന്ദര ഭ്രൂസുനാസികം സുദ്വിജം സുഖബോലാസ്യം സമകർണ വിഭൂഷണം പ്രീതിപ്രഹസിതാഭാംഗം അളകൈരുപശോഭിതം ലസത് പങ്കജ കിഞ്ചൽക്ക ദുകൂലം മൃഷ്ടകുണ്ടലം സ്ഫുരത് കിരീടവലയ ഹാരനൂപുരമേഖലം ശംഖും ചക്രഗദാ പത്മമാല മണ്യുത്തമർദ്ദിമത് സിംഹസ്കന്ധത്യുഷോ ബിഭ്രൽ സൗഭഗഗ്രീവ കൗസ്തുഭം ശ്രീയാനവായിന്യം ക്ഷിപ്ത നികഷാസ്മോരസോല്ലസാ പൂരരേജക സംവിഘ്ന ബലിവൽഗുദളോദരം പ്രതിസംക്രാമയദ്ദിശ്യം നാഭ്യാവർത്തഗഭീരയാം ശ്യാമശ്രോണ്യാതിരോജിഷ്ണു ദുകൂല സ്വർണമേഖലം സമചാർവാംഘ്രിജംഘോരോ നിമ്നജാനു സുദർശനം പദാശരത് പത്മബലാസരോജിഷാം നഗദ്യുഭിർനോ അന്തരകം വിതുന്വതാം പ്രദർശയസ്വീയമഭാസ്തസാധ്വസം പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം ഏതദ്രൂപമനുദ്ദേയമാത്മശുദ്ധിമഭീപ്സതാം യദ്ഭക്തിയോഗോഭയദ സ്വധർമ്മമനുതിഷ്ഠതാം ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭ സർവദേഹിനാം സുരാജ്യസ്യാപ്യവിമത ഏകാന്തേനാത്മവിദ്ഗതിം തം ദുരാരാധ്യമാരാധ്യ സദാമഭിദുരാഭയ ഏകാന്തഭക്ത്യാ കോ വാഞ്ചേ പാദമൂലം വിനാ ബഹീം യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യ ശൗരവിസ്ഫൂർജിത ബ്രുവാം ക്ഷണാർദ്ദേനാഭിതുലയേന സർഗം സാപുനർഭവം ഭഗവൽ സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷാം അദാനകാംഗ്രേ സ്തവ കീർത്തിതീർത്ഥയോ അന്തർബഹിസ്നാന വിദൂത പാമനാം ഭൂതേഷനുക്രോശ സുസത്വശീലിനാം സ്യാൽസംഗമോ അനുഗ്രഹയേഷനസ്തവാം നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായാം ജ വിശുദ്ധമാവിശ യദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസാ മുനിർവിജഷ്ടേനനു തത്ര ദേഗതീം യത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവബാധിയ തൽത്തും ബ്രഹ്മപരം ജ്യോതിരാകാശമിവ വിസ്തൃതം വ്യോമായേദം ഗുരുരൂപയാ സൃജത് ബിഭർത്തി ഭൂയേക്ഷഭയത്യ വിക്രിയ യദ്ഭേദബുദ്ധിം സദിവാത്മദുസ്തയാ മമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹീം ക്രിയാകലാപേരിതമേവ യോഗിനാ ശ്രദ്ധാനിതാം സാധു യജന്തി സിദ്ധയേ
ഭൂതേന്ദ്രിയാന്തകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ച തയേവ കോവിദ ത്വമേകാദ്യ പുരുഷസുപ്തശക്തിം സ്തയാ രജസ്തത്വതമോ വിവിദ്യതേ മഹാനഖം ഗമ്മരുദഗ്നിവാർധരാം സുരക്ഷയോ ഭൂതഗണായിതം യഥാ സൃഷ്ടം സ്വശക്തിയേതമനുപ്രവിഷ്ടം ചതുർവിധം പുരമാത്മാംശകേന അതോ വിദുസ്തം പുരുഷം സന്തമന്തർ മുക്തി ഋഷീകേർമധുസാരകം യാ സയേഷ ലോകാനതിചണ്ഡവേഗോം വികർഷസിത്വം ഗലുകാലയാനാം ഭൂതാനി ഭൂതേരനുമേയ തത്വോ ഗനാവലിർവായുരിവാവിശക്യ പ്രമത്തമുച്ചേരിതി കൃത്യ ചിന്തയാം പ്രവൃദ്ധലോപം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസ വിപദ്യസേ ചുല്ലേലിഖാനോ ഗിരിവാകുമന്ദകാം കസ്തത്പദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാനവ്യയമാനകേതനക വിശങ്കയാസ്മദ്ഗുരുരർച്ചതി സ്മയാം ദിനോപപത്തിം മനവശ്ചതുർദശാം അതത്വമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിഭജിതാം വിശ്വം രുദ്രഭയധ്വസ്തമകൂതശ്ചിദ്ഭയാഗതി ഇതം ജപതഭദ്രം വോ വിശുദ്ധ നൃപനന്ദനാം സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവദർപ്പിതാശയാം തമേവാത്മാനമാത്മസ്ഥം സർവഭൂതേഷ്വസ്ഥിതം പൂജയന്തും ഗൃണന്തശ്ച ധ്യായന്തശ്ച സകൃദ്ധരീം യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രത സമാഹിതധിയ സർവ ഏതദഭ്യസദാധൃതാം ഇതമാഹ പുരസ്മാഹം ഭഗവാൻ വിശ്വസൃക്പദീം ഋഗ്വാദീനാമാത്മജാനാം ശിശ്രിക്ഷു സംശിശ്രിക്ഷതാം തേ വയം നോദിതാം സർവേ പ്രജാസർഗേ പ്രജേശ്വര അനേന ദോസ്തമസാം ശിശ്രിഷ്മോം വിവിധാം പ്രജാം അതേതം നിത്യതം യുക്തോം ജപന്നവഹിത പുമാൻ അജിരേശ്രേയ അപ്നോതി വാസുദേവ പരായണ ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം സുഖം ധരതി ദുഷ്പാരം ജ്ഞാനനൗർവസനാർണവം യൈമം ശ്രദ്ധയാം യുക്തോ മദ്ഗീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസൗ വിന്ദതേ പുരുഷോ മുഷ്മാദ്യതിച്ഛത്യ സത്വരം മദ്ഗീതഗീതാ സുപ്രീതാം ശ്രേയസാമേകവല്ലഭ ഇതം യകല്യ ഉത്തായ പ്രാഞ്ജലിം ശ്രദ്ധയാനിതാം ശൃണിയാൻ ശ്രാവയൻ മർത്യ മുച്യതേ കർമ്മബന്ധനെ ഗീതം മയേദം നരദേവനന്ദന പരസ്യ പുംസ പരമാത്മനസ്തവം ജബന്ധ ഏകാഗ്രതീയസ്തവോ മഹ ചരന്തുമന്ദേ തദ ആപ്സ്യദേപ്സിതം ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ രുദ്രഗീതം നാമ ചതുർവിംശതിതമോധ്യായഃ. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വായിച്ചതെന്ന്. രുദ്രഗീതം എന്ന് പറയുന്നത് പ്രജേതസ്സുകൾ രുദ്രഗീതം ജപിച്ചിട്ടാണ് അവർക്ക് മോക്ഷം കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രുദ്രഗീതം. അത് ഭഗവാൻ ശിവൻ തന്നെ കൊടുത്തതാണ്. അപ്പോൾ ശിവനെ നമ്മൾ ധ്യാനിച്ചിട്ട് വേണം ഈ രുദ്രഗീതം ജപിക്കാൻ. അപ്പോൾ ഈ ജപത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്രയും കുറച്ച് ശ്ലോകം ഒരു 5 മിനിറ്റിൻ്റെ കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾക്ക് അതിലെല്ലാം പെടുന്നു പറയാണ്. നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഷോർട്ടായിട്ട് നമുക്ക് കിട്ടുകയാണ് ഇതിൽ. അപ്പോൾ ആ രുദ്രഗീതം വായിച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഗണപതിയെ സ്തുതിക്കും, പിന്നെ സരസ്വതിയുടെ ചൊല്ലും, അങ്ങനെ കുറേ നമ്മൾ ചൊല്ലില്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഒരേ ഇതിൽ കൂടെ ചൊല്ലുകയാണെങ്കിൽ നമുക്കത്ര കുറച്ച് എളുപ്പമല്ലേ എന്ന് പറയണം. അപ്പം അതിലെന്തൊക്കെയാണ് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ പ്രജേതസ്സുകൾക്ക് നോക്കൂ, അവർക്ക് ആ നാരദന്റെ ഉപദേശം കേട്ടതുകൊണ്ടാണ്. നമ്മളെ എല്ലാവരും ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ കുറച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് സ്വയം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വയസ്സായവരും ഒരു പണിയും ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നവർ മാത്രമേ ഇതൊക്കെ വായിക്കുന്നുള്ളൂ. അല്ലാതെ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമുള്ളവർ, അവർ കുറച്ച് യൗവനത്തിലെത്തിയവർക്കും ഒക്കെ ഇത് ആവശ്യം തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പ്രജേതസ്സുകൾ എങ്ങനെയുള്ളവരായിരുന്നു? അവർ ചെറുപ്പക്കാരായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ നമ്മൾ ദിവസവും TV ന്യൂസിലൂടെയൊക്കെ കാണുന്നതാണ് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നോക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള പണ്ടൊക്കെ സ്ത്രീകൾ അവ ഈ കൊലപാതകം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകൾ കുറച്ച് അടങ്ങി ഒതുങ്ങി ഉള്ളിൽ നല്ല രീതിയിലാണ് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പുരുഷന്മാരായിരിക്കും, അതായത് കള്ളന്മാരെ അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന രാക്ഷസന്മാരെ എന്നൊക്കെ പറയില്ലേ നമ്മൾ,
അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇന്ന് കാര്യങ്ങളാണ് ഇന്ന് കോളേജുകളിലും മറ്റും നടക്കുന്നത്. അപ്പൊ നോക്കൂ, സ്ത്രീകൾ വരെ എന്തുമാത്രം ക്രൂരകൃത്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലുള്ള ആ ഒരു വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം ഇന്നില്ല എന്നുള്ളതാണ്. വീടുകളിലും അതിനുള്ള സാഹചര്യമില്ല. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 10-30, ഞാനൊക്കെ ചെറുപ്പമായിരിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷം മുമ്പാണ്. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾക്ക് ഒരുപാട് മുത്തശ്ശിമാരുണ്ടാവും വീട്ടിൽ. അച്ഛൻ്റെ വീട്ടിലായാലും അമ്മയുടെ വീട്ടിലായാലും മുത്തശ്ശിമാരുണ്ട്. അവരുടെ കൺട്രോളിലാണ് നമ്മുടെ ജീവിതം. അപ്പൊ എങ്ങനെയാണ്? മുത്തശ്ശി പറയുന്നത് അനുസരിച്ചിരിക്കണം, അനുസരിച്ചില്ലെങ്കിൽ പേടിയാണ് നമുക്ക്. അപ്പോൾ ഓരോ കാര്യത്തിനും അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, കുളിക്കാതെ കാപ്പി കുടിക്കരുത്, എങ്ങനെയൊക്കെ മുത്തശ്ശി പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കേട്ടേ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ശിക്ഷിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും തന്നെ, അതുപോലെ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു പോവുകയാണെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ മുത്തശ്ശിമാർ ഉപദേശം കൊടുക്കും. അത് എതിർത്തിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നമുക്കത് എതിർക്കാൻ പേടിയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദോഷം വരും എന്ന് നമുക്കറിയാമായിരുന്നു. പണ്ടൊക്കെ അവർ പറഞ്ഞത് കേൾക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തന്നെ അത് നമുക്ക് ദോഷമായിട്ട് വരും. അപ്പൊ എല്ലാവരും അതറിയുമ്പോൾ അപ്പോഴും മുത്തശ്ശി പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നോട്, നീ ഞാൻ പറഞ്ഞത് കേൾക്കാതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കും. അതുപോലെ എങ്ങനെ ഈശ്വരനെ ആരാധിക്കണം, എങ്ങനെ നമ്മുടെ ദിവസം തുടങ്ങണം, എങ്ങനെ ദിവസം അവസാനിപ്പിക്കണം, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഒരു ചിട്ട അന്നുണ്ടായിരുന്നു. വെറും 35 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ നോക്കൂ, ഇപ്പൊ അതില്ലാണ്ടായി, തീർത്തും അതില്ലാണ്ടായി. അപ്പോൾ ഇനിയൊരു 35 കൊല്ലം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ തന്നെ ഇതൊക്കെ 5000 വർഷം മുമ്പുണ്ടാക്കിയ ഈ പുസ്തകത്തില് എന്ന് പറയപ്പെടുന്നു. 5000 വർഷം മുമ്പാണ് ഭാഗവതമൊക്കെ ഉണ്ടായത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പേ ആണോ ഒന്നും നമുക്കത് കണക്കുകളൊന്നും അത്ര കൃത്യമല്ല. എന്നിട്ട് പോലും ആ കണക്കനുസരിച്ച് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണതുള്ളതും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയാ സംഭവിക്കാൻ പോണത്. അപ്പൊ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അപ്പൊ ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ മാത്രമല്ല ശ്രമിക്കേണ്ടത്, നമ്മുടെ കുട്ടികളെയും ശ്രമിക്കണം. അവരൊന്നും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെ പറഞ്ഞ് വിടാൻ പാടില്ല. നമ്മളും അതിലേക്ക് അവരെ കൊണ്ടുവരണം, എല്ലാ കുട്ടികളെയും. ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന കുട്ടികളോടും അങ്ങനെ തന്നെയാണ് പറയാറ്. നിങ്ങൾ കുട്ടികൾ അതൊക്കെ ചെയ്യണം. പക്ഷെ അവരെ അനുസരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ചുറ്റുമുള്ള അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ തുടങ്ങുക. അതിന് ഒരുപാട് അറിവുകളോ ഒന്നും ആവശ്യമില്ല. ഭഗവത്ഗീത വായിക്കാൻ അറിഞ്ഞാൽ മതി. കാരണം ഇന്ന് മലയാളത്തിൽ അർത്ഥമുള്ള പുസ്തകം കിട്ടും. അപ്പൊ നമ്മൾ എന്തായാലും വലിയവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് ഇത്തിരി കഥയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേ വേണ്ടൂ, വേറൊന്നും പറഞ്ഞു കൊടുക്കണം എന്നില്ല. അവർക്ക് തത്വവും അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. കുട്ടികളെ ഇത്തിരി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുമല്ലോ, മുതിർന്നവർക്ക് പറ്റുമല്ലോ. അപ്പൊ അവരെ അനുസരിപ്പിക്കാൻ ഒരു ഉപാധിയായിട്ട് നമ്മൾ ഭഗവത്ഗീത വെക്കുക. അപ്പൊ ഭഗവാനിലുള്ളൊരു വിശ്വാസവും ഭഗവാനിലുള്ളൊരു പേടി ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. എനിക്ക് ഭഗവത്ഗീതയൊന്നും അറിയില്ല, ഞാനെന്ത് പഠിപ്പിക്കുന്ന കുട്ടികളെ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾക്ക് പറ്റും. മുത്തശ്ശിമാര് പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക് മുമ്പ്? മുത്തശ്ശി എത്ര 6ാം ക്ലാസ് വരെ പോകും, 4ാം ക്ലാസ് വരെ പഠിച്ച മുത്തശ്ശിക്ക് ഭഗവത്ഗീത പറഞ്ഞു തരാൻ സാധിക്കുമായിരുന്നു. അന്ന് മുത്തശ്ശി പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും എവിടെയാ ഉള്ളത്? ഭഗവത്ഗീതയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് ഭഗവത്ഗീത വായിച്ചിട്ടൊന്നുമല്ല അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മുത്തശ്ശി അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ ഒരു ലിങ്ക് വിട്ടുപോയത് എപ്പോഴാ? കുറച്ച് ഇടയ്ക്ക് വെച്ച് ആ ഒരു ലിങ്ക് വിട്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രുദ്രഗീതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇവരോട് എന്തൊക്കെയാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അതായത് നമ്മൾ ഇതിനു മുമ്പും ഒരു ശ്ലോകം ഇതേപോലെ പഠിച്ചിട്ടുണ്ട്. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രത്യുപ്നായ അനിരുദ്ധായ നമസംഘർഷണ അയജ എന്നുള്ളൊരു ഇത് 2ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിച്ചതാണ്. അത് പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണെന്ന് പറഞ്ഞു. അതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, ബുദ്ധി. മനസ്സ് 2 ഉണ്ട്. മനസ്സ്, ചിത്തം എന്ന് പറയും. ചിത്തം, അഹങ്കാരം. അതായത് അഹങ്കാരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അങ്ങനെ 4. പിന്നെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചരസങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒരു 20 ഉണ്ട്.
പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതൊന്നും ചേർന്ന് 24. നമ്മൾ 24 തത്വങ്ങളാണ് സാഖ്യശാസ്ത്രത്തിൽ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചതാണ് അല്ലേ. പഞ്ചഭൂതങ്ങൾ 5 വായു, വെള്ളം, ജലം, അഗ്നി, ആകാശം, ഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് 5 രസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കേൾവി, കാഴ്ച, രുചി, മണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ 15ആയി. 5, 10, 15ആയി. പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5 ഉണ്ട്. ആ കർമ്മേന്ദ്രിയങ്ങൾ 5 ചേർത്ത് 20ആയി. ആ 20 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറഞ്ഞ് 4. അങ്ങനെ 24 കാര്യങ്ങളാണ് സാഖ്യശാസ്ത്രത്തിലുള്ളത്. നമ്മുടെ ദേശീയ പതാകയുടെ നടുവിൽ വെച്ച ചക്രത്തിലെ 24 ആരക്കാലുകളാണുള്ളത്. അത് ഈ തത്വത്തെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ആ തത്വത്തെ നമ്മൾ ആദ്യം തന്നെ വണങ്ങണം. അതാ പറഞ്ഞിരിക്കുന്നത്, നമപങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേന്ന്. നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വാസുദേവനാണ്. ചിത്തമായിട്ട് വാസുദേവൻ ഭഗവാനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഹൃദയത്തിന്റെ ആ ഭാഗത്താണ് നമ്മളിങ്ങനെ ചൂണ്ടില്ലേ, ആ ഭാഗത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സംഘർഷണനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറയുന്ന ആ ഒരു അഹങ്കാരമല്ല, അത് ആ രീതിയിലല്ല എടുക്കേണ്ടത്. അഹം പറഞ്ഞാൽ ഞാൻ. അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം, അത്രേ ഉള്ളൂ. ഞാൻ എന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ളൊരു ഭാവം. പക്ഷെ ഞാൻ എന്ന വ്യക്തി ഇല്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, എന്താ ഞാൻ ഉണ്ടല്ലോ, എന്നെ കാണുന്നില്ല ഇവിടെ. അങ്ങനെയല്ല. ഞാൻ എന്ന് പറയുന്ന ഞാൻ പറയുന്ന ആ ശക്തി എന്ന് പറയുന്നത് ഞാൻ എന്ന ശരീരമല്ല, അത് ഈശ്വരനാണ്. കാരണം ശരീരത്തിൽ ഒരു ഉപാധിയായിട്ട് ആ ഭഗവാൻ ഉള്ളത് കൊണ്ട് മാത്രമേ നമുക്കിങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ എന്നൊക്കെ എനിക്ക് പറയണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിലും കൈയും കാലും അനക്കണമെങ്കിലും ഭഗവാന്റെ ശക്തി വേണം. അതിൽ നമുക്ക് വൃത്തിയായിട്ട് അറിയാം, ഭഗവാന്റെ ശക്തി നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം ജഡമായി മാറുന്നത്. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നതും അതിലുണ്ട്. അപ്പൊ ഈ അഹങ്കാരത്തെ സംഘർഷണൻ എന്ന് പറയുന്നു. ബുദ്ധിയെ പ്രദ്യുപ്നൻ എന്ന് പറയുന്നു. മനസ്സിനെ അനിരുദ്ധൻ എന്ന് പറയുന്നു. ഇനി ഇതിനൊക്കെ ഓരോ ദേവതകളുണ്ട്. മനസ്സിന്റെ ദേവനായിട്ട് ചന്ദ്രനെ, അതുപോലെ നമ്മുടെ കണ്ണ് സൂര്യനാണ് എന്ന് പറയുന്നുണ്ട്. വാസുദേവൻ, പിന്നെ എല്ലാം ചേർന്ന് വാസുദേവൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ സംഘർഷണനായ നമ്മുടെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ട്. സ്ഥൂല ശരീരം കാണുന്നത് സൂക്ഷ്മ ശരീരമായിട്ടിരിക്കുന്നതാണ് ഈ പല ഭാഗങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ആ മനസ്സ് അനിരുദ്ധനാണെന്നാ പറയുന്നത്. അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ആരാലും തോൽപ്പിക്കപ്പെടാൻ പറ്റാത്ത, അങ്ങനെ നമ്മൾ ജയിച്ച് നിൽക്കാൻ പറ്റും, അനിരുദ്ധനായിരിക്കണം മനസ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും അനിരുദ്ധായ നമ എന്ന്, നമ്മുടെ മനസ്സ് അനിരുദ്ധനാണെന്നും നമ്മുടെ മനസ്സ് ഒരിക്കലും തോൽക്കരുതെന്നും പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കണം. അനിരുദ്ധായ, അതാണ് പറഞ്ഞിരിക്കുന്നത്. നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണായ നിവൃതാത്മനെ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ വണങ്ങി. അപ്പൊ നമ്മൾ ആ ഈശ്വരനെ വണങ്ങി നമ്മളിലുള്ള ആ 24 കലകളെ നമ്മൾ വണങ്ങണം, ഓർക്കണം. പിന്നെ ഊർജ ഈശേത്രയ്യാം പതയെ യജ്ഞരേതസേന. പിന്നെ ഒരു ഊർജ ശക്തി, അതായത് നമ്മൾ പറയുന്നത് പ്രകൃതിയും പുരുഷനും എന്നൊക്കെ പറയും. പുരുഷൻ എന്ന് പറയുന്ന ആ ശക്തി സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജമാവാം. ആ ഏതോ ഒരു ശക്തി എല്ലാവിടെയും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ശക്തി ഇല്ലെങ്കിൽ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കില്ല അല്ലേ. ഭൂമി തന്നെ ഒരു ആകാശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത് താഴേക്ക് വീഴുന്നില്ല, ഇങ്ങോട്ട് ചെരിയുന്നില്ല, അങ്ങോട്ട് ചെരിയുന്നില്ല. അപ്പൊ ആരാണ് അങ്ങനെ പിടിച്ചു നിർത്തിയത്? അപ്പോൾ ഏതോ ഒരു ശക്തി. ഈ ശക്തിയെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ശക്തി എല്ലാവരിലും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ആ ശക്തിയെ നമ്മൾ വണങ്ങുകയാണ് ആദ്യം. പിന്നെ നമ്മൾ എല്ലാവരെയും വണങ്ങണം. അതായത് ആദ്യമേ ഭഗവാൻ സൃഷ്ടി ചെയ്തപ്പോൾ പഞ്ചഭൂതങ്ങളെയാണ് സൃഷ്ടിച്ചത്. അവർക്കൊക്കെ ഓരോ ദേവന്മാരുണ്ട്. ഇപ്പോൾ വായുദേവനുണ്ട്, അഗ്നിക്ക് അഗ്നിദേവനുണ്ട്, ജലത്തിന്റെ ദേവതയാണ്, ജലത്തിനൊരു ദേവതയുണ്ട്, ജലദേവത എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ആകാശം, അതുപോലെ ഭൂമിയെ നമ്മൾ ദേവിയായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പൊ ഭൂമി ദേവി, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ ഭൂമി ദേവിയെ തൊട്ട് വന്നിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളുള്ളത്. അപ്പൊ ഈ ദേവന്മാർ, വായുവോ വെള്ളം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതായത് ആദ്യം തന്നെ ഭഗവാൻ ജലം സൃഷ്ടിച്ചപ്പോഴാണ്, നമ്മളിപ്പോൾ ചൊവ്വയിലൊക്കെ ഗ്രഹങ്ങളിലൊക്കെ നമ്മൾ
എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട് പോയിട്ട് അല്ലേ, എവിടെയെങ്കിലും നമ്മളെപ്പോലെ ജീവജാലങ്ങളുണ്ടോ? വെള്ളം ഉണ്ടെങ്കിലേ ജീവജാലങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ജീവജാലങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലൊരു സ്പന്ദനം, ആദ്യം ഒരു ഏകകോശ ജീവിയായിട്ടാണ് വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത് എന്നുള്ളത് സയൻസ് കണ്ടുപിടിച്ചില്ലേ. അതേപോലെ തന്നെയാണ് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെള്ളം, വായു അതൊക്കെ ഓരോ അനുപാതത്തിൽ ചേരണം. ഇപ്പൊ തന്നെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഓരോ അനുപാതത്തിൽ ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ ആ ഓക്സിജൻ എന്ന വസ്തു തന്നെ അതുണ്ടെങ്കിലേ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും ഹൈഡ്രജനും കൂടി ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നപ്പോഴാണ് വെള്ളം ഉണ്ടായത്. അപ്പൊ അതൊക്കെ ആരാണ് ചേർത്തിയത്? അതെങ്ങനെ അങ്ങനെ സംഭവിച്ചത്? എല്ലാവിടെയും സംഭവിക്കണില്ലല്ലോ അല്ലേ, ഭൂമിയിൽ മാത്രമല്ലേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പം നമുക്കറിയാവുന്നത് ഭൂമിയിൽ മാത്രമാണ് ഇപ്പോൾ ജീവജാലങ്ങൾ. വേറെ ഗ്രഹങ്ങളിലും ഉണ്ടാവാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ എത്രയോ ഗാലക്സികളും എത്രയോ ഗ്രഹങ്ങളും എത്രയോ സൂര്യന്മാരും ഒക്കെ വേറെ ഉണ്ട്. അവിടെയും ജീവജാലങ്ങളൊക്കെ ഉണ്ടാവാം, പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ആ എല്ലാത്തിലും ഒരു സ്പന്ദനം, ജീവന്റെ സ്പന്ദനം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആ ഒരു ശക്തി വേണം. ഒരു പ്രകൃതിയും പുരുഷനും ചേർന്നുള്ള ആ ഒരു ശക്തി വേണം. അതായത് നമ്മൾ അമ്മ, അച്ഛൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പൊ ആ ദേവന്മാരെ നമ്മൾ വന്ദിക്കണം എന്നാ പറയണം. വന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായുവിനെ വന്ദിക്കണം, ജലദേവതയെ വന്ദിക്കണം. പണ്ടൊക്കെ ജലത്തിനെ വന്ദിച്ച് പൂജിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. സമുദ്രത്തിനെ അതുപോലെ തന്നെ വരുണ ഭഗവാനാണെന്നാണ് നമ്മൾ പറയുന്നത്. വരുണ ഭഗവാൻ കോപിച്ചാൽ പിന്നെന്താണ്, നമ്മൾ ഉണ്ടാവില്ല അല്ലേ, എല്ലാം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. അപ്പൊ അത് എന്താണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്? അവരെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് അവരെ നമ്മൾ വന്ദിക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ മലിനപ്പെടുത്താതിരിക്കുക, വായുവിനെ നമ്മൾ മലിനപ്പെടുത്താതിരിക്കുക, വെള്ളത്തെ നമ്മൾ മലിനപ്പെടുത്താതിരിക്കുക. ഇപ്പൊ അങ്ങനെ ആണോ സംഭവിക്കുന്നത്? ഇപ്പൊ ഒരു 35 കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു, അപ്പോഴുള്ള പോലെയാണോ നമ്മുടെ പുഴകളുള്ളത്? അല്ല. അപ്പൊ അതാണ് ആ ഒരു ലിങ്ക് വിട്ടുപോയി. ഇതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ അതുപോലെ ആവാതിരിക്കാൻ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ എല്ലാവരെയും വന്ദിക്കുകയാണ്. പിന്നെ അപ്പൊ പഞ്ചഭൂതങ്ങളെ വന്ദിക്കുന്നു. പിന്നെ ആ ഭഗവാനെ, അതായത് മൃത്യുദേവനെ, അതായത് സുഖം തരുന്ന ദുഃഖം തരുന്ന എല്ലാത്തിനും, അതുപോലെ ദേവേന്ദ്രനാണ് നമുക്ക് സുഖങ്ങളൊക്കെ തരുന്നത് എന്ന് പറയുന്നത്, ദേവേന്ദ്രനെ വന്ദിക്കുന്നു. ഓരോ ദേവതകളെയും നമ്മൾ വന്ദിക്കുന്നു. നമ്മൾ രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ അഗ്നിയെ വന്ദിക്കുന്നു. അതുപോലെ അടുപ്പിൽ തീ നമ്മൾ കത്തിക്കുമ്പോൾ, മുമ്പൊക്കെ മുത്തശ്ശിമാരൊക്കെ തീ കത്തിക്കുന്ന സമയത്ത് അവര് അതിനെ പൂജിച്ചും വന്ദിച്ചും ഒക്കെയാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഗ്യാസാണ് കത്തിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് വന്ദിക്കാം. അങ്ങനെ നമുക്ക് ആ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ മനസ്സിൽ, ഇതുണ്ടെങ്കിലേ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇവരൊക്കെ ശരിക്കുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ ആണ് ഈ രുദ്രഗീതം. രുദ്രഗീതത്തിൽ അതൊക്കെയാണ് മുഴുവനായിട്ടും പറയുന്നത്. എന്നിട്ട് പറയണേ പ്രീതി പ്രകസിത, അതായത് എല്ലാ പത്മഘോഷ പരാശാക്ഷം സുന്ദര ഭ്രൂസുനാഥ്. പിന്നെ ഭഗവാന്റെ രൂപത്തെ നമ്മൾ വിരാട് രൂപം എന്ന് പറയുന്നത് തന്നെ നമ്മളാണെന്നാണ് പറയുന്നത്. വിരാട് രൂപം സ്വരാട് രൂപം എന്ന് പറയുന്നത് അല്ലേ. വിരാട് എന്ന് പറയുന്നത് ഭഗവാന്റെ മുഖമാണ്. ഈ ഭൂമിയെ മൊത്തത്തിലും ലോകത്തെ മൊത്തത്തിലും അങ്ങനെ പറയണം. ഭഗവാന്റെ ശിരസാണ്, അതായത് ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് മുകളിലേക്ക് 3 ലോകങ്ങളുണ്ട്, ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് താഴേക്ക് 3 ലോകങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. അതായത് അതലം, താഴേക്ക് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, പാതാളം, അങ്ങനെ പോണു. മുകളിലേക്ക് എന്താണ് പോകുന്നത്? അതായത് സുവർലോകം, ഭൂലോകം, ഭുവർലോകം, സുവർലോകം, അങ്ങനെ മുകളിലേക്ക് സുവർലോകം, പിന്നെ സത്യലോകം, ബ്രഹ്മലോകം, അങ്ങനെ മുകളിലേക്ക് 7. അപ്പൊ അങ്ങനെ ഉള്ള ആ രൂപത്തെയാണ് നമ്മൾ വിരാട് രൂപം എന്ന് പറയുന്നത്. ആ വിരാട് രൂപത്തെ നമ്മൾ വന്ദിക്കണം. പിന്നെ അതേ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്ദിക്കണം. അതിനെയാണ് എന്ത് പറയുക? സ്വരാട് രൂപം എന്ന് പറയും. അപ്പൊ വിരാട് രൂപത്തെയും സ്വരാട് രൂപത്തെയും വന്ദിക്കാൻ പറഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാം വന്ദിച്ചുകൊണ്ട് ഇതിലെല്ലാം വരുന്നത് നോക്കൂ. ഈ രുദ്രഗീതം പ്രത്യേകം എല്ലാവരും നമ്മൾ ഒന്നുകിൽ ഭാഗവതമൊക്കെ ദിവസം വായിക്കുന്നവരും ഇത് കാണൂലോ. അപ്പൊ ഈ രുദ്രഗീതം മാത്രം രുദ്രഗീതം ഒരു ദിവസം, എല്ലാ ദിവസവും രുദ്രഗീതം വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓരോന്നിൽ പറഞ്ഞിട്ടുള്ള മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതും അടയാളപ്പെടുത്തിയതുമായിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ, ഇപ്പൊ വരാഹ അവതാരങ്ങൾ വായിക്കുക. അങ്ങനെ ഓരോന്ന് വായിക്കുക. അപ്പൊ അതിനൊക്കെ പോലെ ഈ രുദ്രഗീതം നമ്മൾ ആകെ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. അതില് എല്ലാം വരുന്നത് ഒടുവ് എന്താണ്? നമ എന്ന്, അതായത് ഭഗവാനെ നമിക്കുന്നു എന്നാണ് വരുന്നത്.
ഭഗവാനെ അവിടുത്തെ ഞാൻ നമിക്കുന്നു, അവിടുത്തെ ഞാൻ പൂജിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഇതിൽ എല്ലാവിടെയും വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഓരോ ഭഗവാന്റെ ഓരോ രൂപം നമ്മൾ കേശാദിപാദ വർണ്ണന എന്ന് പറഞ്ഞ് നാരായണീയത്തിലൊക്കെ പറയില്ലേ, അതുപോലെ ഭഗവാന്റെ രൂപത്തെ നമപങ്കജ, അതായത് ഭഗവാനെ ആ ഒരു ശംഖും ചക്ര ഗദ യോടുകൂടിയ ഭഗവാനെ വണങ്ങുന്നു, ഭഗവാന്റെ പാദങ്ങൾ വണങ്ങുന്നു, ഭഗവാന്റെ ശിരസ് വണങ്ങുന്നു, ഭഗവാന്റെ ഓരോ അവയവങ്ങൾ വണങ്ങുന്നു, അങ്ങനെ എല്ലാം പറയുന്നതാണ് ഈ രുദ്രഗീതത്തിൽ മുഴുവനായിട്ടും പറയുന്നത്. അപ്പൊ പ്രജേതസുകൾക്ക് രുദ്രഗീതം വായിച്ചിട്ടാണ് എന്ത് കിട്ടിയതെന്നാണ് പറഞ്ഞത്, അവർക്ക് മോക്ഷം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രുദ്രഗീതം എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 41 ദിവസം ഞാൻ രുദ്രഗീതം വായിക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ആ 41 ദിവസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഭാഗവതം പറയുന്നതാണ്. ഇതിന്റെ ഒടുവ് പറയുന്നുണ്ട്. അങ്ങനെ ഇത് വായിക്കുന്നത് കൊണ്ട് ശൃണിയാം ശ്രാവേൻ മർത്യോ മുച്യതേ കർമ്മബന്ധനെ, ഇത് കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നവരെ എങ്ങനെ പറയണം എന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രാഞ്ജലി, അതായത് നല്ലപോലെ കൈകൂപ്പി, രാവിലെ എണീച്ച് കുളിച്ച് നല്ലപോലെ കൈകൂപ്പി ഇരുന്നു കൊണ്ട് ശ്രദ്ധയാന്യുതക, ഞാൻ പറയുന്നതല്ല ഭാഗവതത്തിൽ എഴുതി വെച്ചതാണ്. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നവർക്ക് മുച്യതേ കർമ്മബന്ധങ്ങൾ കൊണ്ടുള്ള ആ സംസാര ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. അതില് ഓരോരോ കാര്യം ഓരോരോ ഭാഗത്തും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും രുദ്രഗീതം വായിക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നന്നാവട്ടെ, എല്ലാം നടക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഒടുവ് എന്താവുണ്ട്? മോക്ഷവും ലഭിക്കാൻ ഈ രുദ്രഗീതം ഉപകരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും.